ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തിരച്ചിൽ അനിശ്ചിതത്വത്തിൽ. ഗംഗാവാലിപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണും കല്ലുമാണ് തിരച്ചിലിന് തടസ്സമാകുന്നത്. ഡ്രജർ എത്തിക്കാതെ ദൗത്യം മുന്നോട്ടു പോകില്ലെന്ന് കാർവാർ MLA അറിയിച്ചു. പുഴയുടെ ഒഴുക്കിന് വേഗം കുറഞ്ഞതും വെള്ളത്തിന്റെ ചെളിനിറം മാറിയതും തിരച്ചിൽ എളുപ്പമാക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. രാവിലെ 10 മണിയോടെയാണ് തിരച്ചിൽ തുടങ്ങിയത്. സോണാർ സ്കാനിങ്ങിൽ സൂചനകൾ ലഭിച്ച ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ. 4 മണിക്കൂറിനിടെ 10 തവണയാണ് പുഴയിൽ മുങ്ങി ഈശ്വർ മാൽപേ തിരച്ചിൽ നടത്തിയത്. പുഴയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ മൺകൂനയും കല്ലും മരങ്ങളും ദൗത്യത്തിന് വെല്ലുവിളിയായെന്ന് ഈശ്വർ മാൽപേ. ഡ്രഡ്ജർ എത്തിച്ച് മണ്ണ് മാറ്റിയാൽ ലോറി കണ്ടെത്താം. മണ്ണിപ്പോൾ അവിടെ ഞങ്ങൾ ചവിട്ടിയെങ്കിൽ കാല ഉള്ളു പോകില്ലേ, കട്ടിയുണ്ട്. മണ്ണ് മാറ്റിയാൽ നല്ലത്. ഒരേ മധുരം ഇരിക്കുന്നത് എല്ലാം അത് കല്ല് മണ്ണ് മുത്തിട്ടുണ്ട്. ടൈറ്റ് വീസ്. ഡ്രഡ്ജർ എത്തിക്കാതെ ദൗത്യം മുന്നോട്ടു പോകില്ലെന്ന് സ്ഥലത്തെത്തിയ കാർവർ MLA സതീഷ് കൃഷ്ണസേൽ. കേരളത്തിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാത്തതിനെ MLA കുറ്റപ്പെടുത്തി. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാനാണ് ശ്രമമെന്നും സതീഷ് കൃഷ്ണസേൽ പറഞ്ഞു. Your Kerala pontoon is exactly what we are looking for. That was 0.5 meter draft. But unfortunate, your Kerala government has, agriculture department has not given. They asked that 4 nautical miles only we can work. Now with 2 nautical miles, we have told them. Now why I am telling you, boss, why from Kerala it was not sent? എന്ത് സഹായവും നൽകാൻ കേരളം തയ്യാറാണെന്നായിരുന്നു കാർവർ MLAക്ക് മന്ത്രി P. പ്രസാദിന്റെ മറുപടി. ആഴമുള്ളതുകൊണ്ടാണ് ഡ്രഡ്ജർ വിട്ടുനൽകാത്തത്. അന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൊണ്ടുപോകുന്ന ഈ ഡ്രഡ്ജർ, ഈ ഉപകരണം ഈ ആഴമുള്ളിടത്ത് പ്രവർത്തിപ്പിക്കാൻ ചില പ്രയാസങ്ങൾ കണ്ടു. നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണെന്നത് പറഞ്ഞു കഴിയുന്നത്. ഇപ്പോൾ അത് അവിടെ അനുയോജ്യമാകുമെങ്കിൽ നമുക്ക് വിടുന്നതിനകത്ത് യാതൊരു പ്രശ്നവുമുള്ള കൂട്ടത്തിലല്ല അത്. ഇന്ന് ഈശ്വർ മാൽപേക്ക് പുറമെ നാവികസേനയും NDRFും ദൗത്യത്തിന്റെ ഭാഗമായി. നാളെ ഷിരൂരിൽ തിരച്ചിൽ നടത്തില്ല. വെള്ളിയാഴ്ച വീണ്ടും തിരച്ചിൽ ആരംഭിക്കും. 24 കാർവർ.